നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ക്രൂരപീഡനങ്ങൾക്കും കാൽവരിയിലെ കുരിശുമരണത്തിനും ശേഷം പ്രത്യാശയുടെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ച വിശ്വാസികൾ. മനുഷ്യരുടെ പാപങ്ങൾക്ക് മോചനമേകാൻ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ സ്വയം ബലിയാകുകയും മൂന്നാം നാൾ ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ് ഈസ്റ്റർ. കുരിശില്ലാതെ കിരീടമില്ല, തകർച്ചയില്ലാതെ ഒരു ഉയർച്ചയില്ല, നഷ്ടമില്ലാതെ ഒരു ലാഭമില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഉയിർപ്പ് തിരുനാൾ നൽകുന്ന സന്ദേശം. 50 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ സ്വയം നവീകരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേൽക്കുന്നത്. കൊടിയ പീഡനങ്ങൾ സഹിച്ച് മരിച്ച് കല്ലറയിൽ അടയ്ക്കപ്പെട്ടാലും സത്യം ഉയർത്തെഴുന്നേൽക്കുകയും ലോകത്തിനാകെ പ്രകാശം പരത്തുകയും ചെയ്യുമെന്നതിന്റെ നേർസാക്ഷ്യമാണ് ദൈവപുത്രന്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും. ആ വിശ്വാസമാണ് 50 ദിവസം നീണ്ടുനിന്ന നോമ്പാചരണത്തിലൂടെ ക്രൈസ്തവർ കൈവരിക്കുന്നത്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈസ്റ്റർ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ, ബ്രദർ തോമസ് പാലാപ്പുളിക്കൽ എന്നിവർ കാർമ്മികരായി. സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ ഉയിർപ്പിന്റെ സന്ദേശം പങ്കുവച്ചു. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഈശോയുടെ ഉയിർപ്പിന്റെ ജീവനുള്ള ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. ഈസ്റ്റർ എഗ് വിതരണം നടന്നു. ലക്കി ഡ്രോയിൽ സമ്മാനം നേടിയവർക്ക് വിവിധ കുടുംബ കൂട്ടായ്മയിൽ നിന്നുള്ളവർ സമ്മാനങ്ങൾ നൽകി. കൈക്കാരന്മാരായ KA രാജു, MK ജോഷി, ജോയ് ആന്റണി, KA ബേബി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ രണ്ടാംഘട്ട പര്യടനത്തിന് തുടക്കമായി. കേരളം ജയിക്കും, UDF നയിക്കും എന്ന മുദ്രാവാക്യവുമായി കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പിരശ്ശേരി പൊന്നാംകുന്ന് ഉന്നതിയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ പര്യടനം KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ 10 വർഷമായിട്ടും പിണറായി സർക്കാരിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും തങ്ങളുടേതെന്ന് പറഞ്ഞുള്ള എട്ടുകാലി മമ്മൂഞ്ഞിന്റെ രീതിയാണ് ഇപ്പോൾ LDF കാണിക്കുന്നതെന്നും ദാസൻ പറഞ്ഞു. യോഗത്തിൽ UDF കടവല്ലൂർ മണ്ഡലം ചെയർമാൻ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, ഉസ്മാൻ കല്ലാട്ടയിൽ, കരീം പന്നിത്തടം, K വിശ്വംഭരൻ, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, MM മഹേഷ്, K ജയശങ്കർ, നാസർ കടവല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി PT അജയ് മോഹൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ 30ഓളം കേന്ദ്രങ്ങളിൽ ഇന്ന് പര്യടനം നടത്തി വോട്ട് അഭ്യർത്ഥിക്കും. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ വിജയത്തിനായി INTUC ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ പ്രൗഢമായ റോഡ് ഷോയും പൊതുയോഗവും സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി PT അജയ് മോഹൻ പങ്കെടുത്ത റോഡ് ഷോയിൽ 100 കണക്കിന് തൊഴിലാളികളും പ്രവർത്തകരും അണിനിരന്നു. പൊതുയോഗത്തിൽ ജില്ലാ ഭാരവാഹികളായ സുരേഷ് മമ്പറമ്പിൽ, KV ഗീവർ, DCC ജനറൽ സെക്രട്ടറി K ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി PT അജയ് മോഹൻ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിച്ചു. മണ്ഡലത്തിലെ തൊഴിലാളി വർഗത്തിന്റെ പൂർണ്ണ പിന്തുണ സ്ഥാനാർത്ഥിക്കുന്നുണ്ടെന്ന് നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ ഈസ്റ്റർ ദിന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഗിവർഗീസ് ജോൺസൺ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരൻ കുര്യാക്കോസ് KC, സെക്രട്ടറി ഷെറിൻ പോൾ, മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അമ്പത് നോമ്പാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്മരണയിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുരം സെന്റ് ജോർജ് ദേവാലയത്തിൽ യേശുദേവന്റെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച പുലർച്ചെ 3:30 പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് നടന്ന ഉയിർപ്പ് ശുശ്രൂഷകൾക്കും ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുർബാനയ്ക്കും പള്ളിക്ക് ചുറ്റും നടന്ന പ്രദക്ഷിണത്തിനും ശേഷം വികാരി ഈസ്റ്റർ സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്ത ഉയിർപ്പ് തിരുനാൾ ആഘോഷത്തിന് ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ മെമ്പർമാർ, മീഡിയ കൺവീനർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം പകർന്ന് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് ദേവാലയത്തിന് മുൻവശത്തു നിന്നും പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചു. തുടർന്ന് യേശുവിന്റെ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരം ആൾട്ടർ ബോയ്സിന്റെ നേതൃത്വത്തിൽ നടത്തി. ഉദ്ധിതനായ യേശുവിന്റെ രൂപവുമായി പള്ളി ചുറ്റി പ്രദക്ഷിണവുമായി വന്ന വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് ഈസ്റ്റർ സന്ദേശം നൽകി. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. ഈസ്റ്റർ പാതിരാ കുർബാനയ്ക്ക് ശേഷം CLC കുട്ടികളുടെ നേതൃത്വത്തിൽ
ഷാഡോ ഷോയും നടത്തി. തുടർന്ന് പള്ളിയങ്കണത്തിൽ നോമ്പുവീടലും ഒരുക്കിയിരുന്നു. ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ സൈമൺ വടുക്കൂട്ട്, വിൽസൺ കാഞ്ഞിരത്തിങ്കൽ, ആൽബിൻ ആൻഡോ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ 61ാം ഓർമ്മ പെരുന്നാളിന് ഫാദർ ഗീവർഗീസ് ജോൺസൺ കൊടിയേറ്റി. 12, 13 ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പാമ്പാടി ദയറ മാനേജർ ഫാദർ മാത്യു എബ്രഹാം മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ച 5:30 വൈശ്ശേരി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ഭക്തി നിർഭരമായ ഘോഷയാത്ര വൈകിട്ട് പഴയ പള്ളിയിലെത്തി. തുടർന്ന് സന്ധ്യാനമസ്കാരം, ധൂപപ്രാർത്ഥന, അനുസ്മരണ സമ്മേളനം, ആശീർവാദം, നേർച്ച സദ്യ എന്നിവ ഉണ്ടാകും. 13 തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണം എന്നിവയും ഉണ്ടാകും. പെരുന്നാളിന് വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, കൈക്കാരൻ KC കുര്യാക്കോസ്, സെക്രട്ടറി ഷെറിൻ പോൾ, കൺവീനർ ഷെബിൻ P ചെറുവത്തൂർ, മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. പാവറട്ടിയിൽ റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരനെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ചു. അപകടത്തിൽ ചാവക്കാട് പുന്ന സ്വദേശി ബഷീറിന് ഗുരുതരമായി പരിക്കേറ്റു. പാവറട്ടി ഗുരുവായൂർ റോഡിൽ 3 സ്റ്റാർ സ്റ്റോപ്പിന് സമീപം ശനിയാഴ്ച വൈകിട്ട് 7:30 അപകടം നടന്നത്. അമിത വേഗതയിലെത്തിയ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബഷീറിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ബഷീറിനെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. അറിവും പാട്ടും കൈകോർത്ത് ആൽത്തറ രാമരാജ UP സ്കൂളിൽ നടത്തിയ മെഗാ ക്വിസ് ആൻഡ് മ്യൂസിക് ആവേശമായി. 2025-26 അധ്യയന വർഷത്തെ LP UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച രണ്ടാമത് രാമരാജ മെഗാ ക്വിസ് വിദ്യാലയത്തിന് പുത്തനുണർവായി. വിദ്യാർത്ഥികളിൽ പൊതുവിജ്ഞാനവും മത്സരബുദ്ധിയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മത്സരത്തിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി 18 ടീമുകളാണ് മാറ്റുരച്ചത്. പ്രാഥമിക റൗണ്ടുകൾക്ക് ശേഷം വാശിയേറിയ ഫൈനൽ പോരാട്ടം നടന്നു. ശാസ്ത്രം, കല, സാഹിത്യം, കായികം, സമകാലിക സംഭവങ്ങൾ എന്നീ മേഖലകളിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ക്വിസ് നടത്തിയത്. PTA പ്രസിഡന്റ് NG വിനികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അദിനാൻ, അശോക്, നിരാമയി എന്നിവർ അവതരിപ്പിച്ച സംഗീത വിരുന്നും PM സൗമ്യ, VP ബേബി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ക്വിസ് ആൻഡ് മ്യൂസിക്കിൽ KR അനീഷ്, KA കബീർ എന്നിവർ മത്സരാർത്ഥികളോടൊപ്പം പങ്കെടുത്തു. PM സിജോ, TV സിജോ എന്നിവർ സാങ്കേതിക സഹായം നിർവഹിച്ചു. വിജയികൾക്കുള്ള ട്രോഫിയും LP വിഭാഗത്തിനുള്ള ക്യാഷ് അവാർഡും പ്രധാനാധ്യാപകൻ M രാജീവ് വിതരണം ചെയ്തു. UP വിഭാഗത്തിനുള്ള ക്യാഷ് അവാർഡ് വിതരണം CM ദിവ്യ നിർവഹിച്ചു. മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള മൊമെന്റോ വിതരണം PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ P ഫാസിൽ, നാസിറ, അഞ്ജലി എന്നിവർ നിർവഹിച്ചു. ചരമം കുറുക്കൻപാറ കോലാടിപ്പറമ്പിൽ കോരൻകുട്ടി മകൾ സരോജിനി നിര്യാതയായി. 58 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം നഗരസഭാ വാതക ക്രിമിറ്റോറിയത്തിൽ നടക്കും. കിഴൂർ ആവേൻ രാഘവൻ ഭാര്യ കാർത്തിയേനി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം 12 മണിക്ക് പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടക്കും. വിജയ, സുജ, ഷാജിനി, സതീഷ് എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.